മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൊട്ടാറ്റോ വെച്ചും കൊണ്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. 4 മണി ചായൻ്റെ കൂടെ തക്കാളി സോസോ അച്ചാറോ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്നുമില്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം പൊട്ടാറ്റോ വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 പൊട്ടാറ്റോ ക്ലീനാക്കി ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി മാറ്റി കൊടുക്കുക ചൂടാറിയതിൻ്റെ ശേഷം. പിന്നെ അതാ ഞാനിവിടെ ഒരു കപ്പ് 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ സവോള 2 സവോള, കുറച്ച് മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. പച്ചമുളകിന് പകരം വെള്ള കാന്താരി മുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മൈദപ്പൊടിയിലേക്കിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അതിട്ട് കൊടുക്കണം നിർബന്ധമല്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കടലപ്പൊടി ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്തി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ്, കോൺഫ്ലോർ, മൈദ ഇതെല്ലാം ചേർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച മല്ലിയില, സവോള, പച്ചമുളക് ഇവയെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ മസാല ഉണ്ടല്ലോ അതും 2 ടീസ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഒരല്പം അതും ഇട്ട് കൊടുക്കുക. ഒരല്പം കുരുമുളക് പൊടിയും ചേർത്തി കൊടുക്കുക. നമ്മൾ എത്ര ഉണ്ടാക്കണം അതിനനുസരിച്ചുള്ള മസാലകൾ ചേർത്തി കൊടുക്കാം. എരിവ് കൂടി പോവണ്ട. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾ പോലും കഴിച്ചു പോകും. പിന്നെ നമ്മൾ പൊട്ടാറ്റോ വേവിച്ചെടുത്തത് തൊലി മാറ്റി ചൂടാറിയതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ഉടച്ച് ചേർത്തി കൊടുക്കേണ്ടത്. വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ട് നോക്കുക. അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുള്ളത്, ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി റെഡിയാക്കി എടുക്കുക. പൊട്ടാറ്റോ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. തണുത്ത് കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ തൊലി മാറ്റാൻ പറ്റുള്ളൂ. നല്ല ചൂടാകുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല, നമ്മളെ കൈ പൊള്ളും. അപ്പോൾ അതാ ഇതുപോലെ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഉടച്ചെടുക്കുക. നല്ല വെന്ത് കിട്ടണം കേട്ടോ, അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടുള്ളൂ. ഇതുപോലെ ആയി കിട്ടണം. പൊട്ടാറ്റോ വെച്ച് പല രീതിയിൽ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാറുണ്ടാവും. അപ്പോൾ ഈ രീതി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെ മൈദപ്പൊടിയൊക്കെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ, ഉള്ളി അരിഞ്ഞതൊക്കെ അതിലേക്കാണ് നമ്മളിതിട്ട് കൊടുക്കേണ്ടത്. ശേഷം ഇത് നല്ലതുപോലെ കൈവച്ച് കുഴച്ചെടുക്കാം. വെള്ളപ്പം ചേർത്തി കൊടുക്കണില്ല കേട്ടോ. എല്ലാം കുഴച്ചതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ മാവ് കയ്യിൽ നിന്ന് പോകണില്ലെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ കൈമാക്കി കൊടുക്കട്ടോ. ഇതുപോലെ നല്ല കുഴച്ചെടുക്കണം. എല്ലാം കൂടി നല്ല മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് റെഡിയായി കിട്ടുള്ളൂ. നമ്മൾ സ്പൂണോ കോർക്കോ വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ റെഡിയായി കിട്ടൂല കേട്ടോ. കൈ കൊണ്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടോ, കുറച്ച് ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒന്നായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോവും. നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ കുടിക്കും വെള്ളം കൂടിയാൽ. കുഴച്ചെടുക്കുമ്പോൾ മാവ് നല്ല ടൈറ്റിലാവണം, അപ്പോഴാണ് നല്ല സൂപ്പറായി കിട്ടുള്ളൂ നമ്മളത് പൊരിച്ചെടുക്കുമ്പോൾ. ഞാനെല്ലാം ഉണ്ടാക്കേണ്ടത് എൻ്റെ എളിയമേനിട്ട്. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ എളിയമ ഉണ്ടാക്കണം. അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകുമല്ലോ. അപ്പോൾ വെള്ളം കുറവാകുമ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീണ്ടും വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കട്ടെ. കയ്യിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി വെള്ളം കയ്യിലൊന്ന് തൊട്ടെടുത്താൽ മതി. മാവ് റെഡിയായിട്ടുണ്ട്, പൊരിച്ചെടുക്കാം. ഏത് ഷേപ്പിൽ നമുക്ക് പൊരിച്ചെടുക്കട്ടെ, ഏത് ഷേപ്പാണ് വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ചെറിയ ബോൾസാക്കി ഇട്ട് കൊടുക്കുക. സ്പൂണോട് കോരി ഇട്ട് കൊടുക്കുകയും ചെയ്യട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിതൊട്ട് പൊരിച്ചെടുക്കുകയാണ് പൊട്ടാറ്റോ സ്നാക്ക്. അപ്പോൾ നമ്മൾ ആദ്യം പൊരിച്ചത് കോരി അടുത്തത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളുണ്ടാക്കിയ സ്നാക്കെല്ലാം പൊരിച്ച് കോരിയിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് ചെറിയ ബോൾസാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വിധത്തിലാണ് നമ്മളത് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല
ടേസ്റ്റുമാണ് 4 മണി ചായൻ്റെ കൂടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.